ഒരു നിമിഷം പല മോഹം. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് മനുഷ്യരിൽ മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെ, മനുഷ്യൻ്റെ സ്വഭാവം നന്നാവുന്നതിൻ്റെയും മോശമാവുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ്, അത്തരം മാറ്റങ്ങൾ എവിടെ നിന്നും തുടങ്ങുന്നു, ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യം കൂടെ. ഈ പ്രപഞ്ചത്തിൽ, നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ രണ്ട് തരം സംഗതികളുണ്ട് അല്ലെങ്കിൽ വസ്തുക്കളുണ്ട്. അതിലൊന്ന് പ്രപഞ്ചനാഥൻ അല്ലെങ്കിൽ സൃഷ്ടാവ് സൃഷ്ടിച്ച പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന കുന്നും മലയും കാറ്റും കടലും പുഴയൊക്കെ അതിൽ ഉൾപ്പെട്ടു. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ സൃഷ്ടിച്ച വേറെ കുറേ സംഗതികളുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ചെറിയ കളിപ്പാട്ടം മുതൽ സാറ്റലൈറ്റും റോക്കറ്റും വരെ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കർമ്മം കൊണ്ട്, അവൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായതാണ്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സംഗതി ഉണ്ട്. എന്താണത്? വേറൊരു കാര്യം കൂടെ, ഒരു നാടൻ ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ അമ്മമാർ കുട്ടികൾ കുരുത്തക്കടൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റാത്തത് ചെയ്യുമ്പോൾ, ഇഷ്ടപ്പെടാത്തതൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പിടിച്ചടിക്കും. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ നല്ല കരച്ചിലായി, അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ അച്ഛൻ, ഉപ്പ, ബാപ്പ എന്നൊക്കെ പറയുന്ന ആൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ അമ്മക്കെതിരെ തിരിഞ്ഞ് രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പറ്റുന്നുണ്ടെങ്കിൽ കിട്ടിയ ചാൻസ് അല്ലേ, രണ്ട് പൊട്ടിക്കലൊക്കെ പൊട്ടിച്ച് നിൽക്കുമ്പോൾ കുട്ടികൾ വളരെയധികം ഹാപ്പിയായി, അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ചിരിക്കാൻ തുടങ്ങും. പക്ഷേ ഇതേ പിതാവ് അല്ലെങ്കിൽ ഇതേ അച്ഛൻ വൈകിട്ട് കള്ളും കുടിച്ചിട്ട് കയറി വന്നിട്ട് ഇതേ അമ്മനെ തല്ലുമ്പോൾ കുട്ടികളുടെ സ്വഭാവം മാറും. ആ സമയത്ത് ഇതേ കുഞ്ഞുങ്ങൾ തന്നെ എന്ത് ചെയ്യും? ഈ അച്ഛനെതിരെ തിരിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഈ മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു സംഗതി, ഇത്തരം വിഷയങ്ങൾ മനുഷ്യനിൽ എവിടെയാണ് ഇത്തരം സംഗതികൾ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം സംഗതികളുടെ മാറ്റങ്ങളുടെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലെ സകലമാന സംഭവങ്ങൾക്കും സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും സ്നേഹത്തിനും വെറുപ്പിനും ഒക്കെ കാരണക്കാരനായ ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു നായകൻ എല്ലാ മനുഷ്യരുടെയും കൂടെ ഉണ്ട്. അതാരാണ്? പലർക്കും ഇപ്പോൾ കത്തിയിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അതാരാണെന്ന് ഞാൻ നിങ്ങളോടിന്ന് പറയുന്നില്ല, പകരം പാടിക്കേൾപ്പിക്കാം. ഓക്കെ? മനസ്സ് ഒരു മാന്ത്രികക്കൂട്, മായകൾ തൻ കളിവീട്. മനസ്സ് ഒരു മാന്ത്രികക്കൂട്, മായകൾ തൻ കളിവീട്. ഒരു നിമിഷം പല മോഹം അതിൽ വിരിയും ചിരിയോടെ, മറുനിമിഷം മിഴിനീരിൻ കഥയായി മാറും മനസ്സ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ സകലമാന വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും സന്തോഷത്തിനും ദുഃഖത്തിനും ഒക്കെ കാരണക്കാരനാവുന്നത് നിങ്ങളുടെ മനസ്സാണ്. അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങളുടെ നാളത്തെ ഭാവി അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന സകലമാന സംഗതികളുടെയും അടിസ്ഥാനം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മനസ്സ് ഒരു മാന്ത്രികക്കൂട്, മായകൾ തൻ കളിവീട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഇതിൻ്റെ തുടർച്ചയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും see you, bye bye.